ശോഭാ സുരേന്ദ്രൻ പാലക്കാട് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും കൂടുതൽ നല്ല ഇതുള്ളത് ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിഷാരാടിയാണ്. അയാൾ ഇത്ര കാലം വരെ ഒരു വടി പിടിക്കുകയോ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയോ ഒരു കാര്യം ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് അയാൾ സിനിമാ സ്റ്റാർ ഒരു കോമഡി സ്റ്റാറായിട്ടേ കാണാൻ കഴിയുള്ളൂ. പിന്നെയുള്ള NMR റസാഖ് അയാളാണ് ഇപ്പൊ നിർത്തിക്കണേ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാണ്ടാണ് നിർത്തിക്കണത്. ഇവിടെ അയാൾ അവിടെ നിശ്ചയമായിട്ട് തോൽക്കും. വേറെ ആരും സ്ഥാനാർത്ഥികൾ നിൽക്കാനില്ലാത്ത കാരണം അയാളെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല ഇത് കിട്ടുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. നിയമസഭയിലെ ശോഭാ സുരേന്ദ്രനുമായി 15 ആള് വേണം സംസാരിക്കാനായിട്ട്. കാരണം എന്ത് കേട്ട് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് മുഴുക്കെ അറിയുന്നില്ല. അവിടെ സംസാരിച്ചിട്ട് ആ കാര്യങ്ങൾ മുഴുക്കെ കേരള ജനത അറിയണമെങ്കിൽ BJPയുടെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നിയമസഭ അകത്ത് വേണം. വളരെ അഭിപ്രായമാണ്. ശോഭാ സുരേന്ദ്രന്റെ വരാൻ പാടുള്ളൂ. ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് തന്നെ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിൽ നമുക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ. എന്റെ വണ്ടി ഇപ്പൊ പുതിയ വണ്ടിയാണ്. ഈ വണ്ടി കിട്ടാൻ തന്നെ കാരണം ലോൺ വീണ്ടും ബാങ്കിൽ നിന്ന് ലോൺ തരും. നേരത്തെ ബാങ്കിൽ നിന്ന് ലോൺ ഓട്ടോറിക്ഷയ്ക്ക് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ലോൺ തരുന്നു. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരണം. കേരളത്തില് 72 സീറ്റോടുകൂടി BJP അധികാരത്തിൽ വരണമെന്നാണ് എന്റെ അഭിപ്രായം.